4ാം ക്ലാസ്സിലെ അഖീദയിൽ നിന്നും പാദവാർഷിക പരീക്ഷയ്ക്ക് 4 പാഠഭാഗങ്ങളാണ് ഉള്ളത്. ഈ 4 പാഠഭാഗങ്ങളിലായി അല്ലാഹു തആലയുടെ സിഫത്തുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. വാജിബായ സിഫത്തുകളുണ്ട്, മുസ്തഹീലായ സിഫത്തുകളുണ്ട്, ജായിസായ സിഫത്തുകളുമുണ്ട്. അല്ലാഹുവിന് വാജിബായ സിഫത്തുകൾ 20 എണ്ണമാണ്. മുസ്തഹീലായ സിഫത്തുകൾ 20 എണ്ണമാണ്. ജായിസായ സിഫത്ത് 1. അങ്ങനെ 41 സിഫത്തുകളാണ് അല്ലാഹു തആലക്കുള്ളത്. വാജിബായ സിഫത്തുകളുടെ വിപരീതങ്ങളാണ് മുസ്തഹീലായ സിഫത്തുകൾ. ഇനി നമുക്ക് ഓരോ പാഠത്തിൽ നിന്നും വരാവുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും പഠിക്കാം. ഒന്നാമത്തെ പാഠം അല്ലാഹു മൗജൂദുൻ. ഈ പാഠത്തിൽ നിന്നും വരാവുന്ന ചോദ്യങ്ങൾ: സർവലോകവും ഡേഷ് നിയന്ത്രിക്കുന്നവനാണ് അല്ലാഹു. ഉത്തരം: സൃഷ്ടിച്ചു പരിപാലിക്കുന്നവനും. അല്ലാഹുവിന്റെ വിശേഷണങ്ങളിൽ നിന്ന് 3 എണ്ണം എഴുതാം. ഉത്തരം: അല്ലാഹു എന്നെന്നും ഉള്ളവനാണ്. അല്ലാഹുവിന് തുടക്കവും അവസാനവുമില്ല. അവനെ പോലെ ആരുമില്ല. 3 എണ്ണം എഴുതാൻ പറഞ്ഞാൽ അങ്ങനെ എഴുതാം. 5 എണ്ണം എഴുതാൻ പറഞ്ഞാൽ അവന് തുല്യമായ ഒരു വസ്തുവുമില്ല. അവന് മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ടതില്ല. 5 എണ്ണം എഴുതാൻ പറഞ്ഞാൽ എഴുതാം. അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ്. ഇനി നമുക്ക് അള്ളാഹുവിന്റെ 5 വാജിബായ സിഫത്തുകൾ 5 വാജിബായ സിഫത്തുകൾ എഴുതുക എന്ന് പറഞ്ഞാൽ ഉത്തരം: വുജൂദ് ഉള്ളവനായിരിക്കൽ, 2 ഇദം തുടക്കമില്ലാതിരിക്കൽ, 3 ബഖാ അന്ത്യമില്ലാതിരിക്കൽ, 4 മുഖാലഫത്തുൻ ലിൽ ഹവാദിസി സൃഷ്ടികളോട് എല്ലാ നിലക്കും വ്യത്യസ്തമാകൽ, 5 ഖിയാമും ബിൻ നഫ്സി സ്വയം നിലനിൽക്കൽ. അത് എഴുതാം. 5 വാജിബായ സിഫത്തുകൾ എഴുതുക. അതാണ് അതിന്റെ ഉത്തരാണിത്. ഇനി അടുത്ത ചോദ്യം: അള്ളാഹുവിന് വാജിബായ സിഫത്തുകൾ എത്ര? ഉത്തരം: 20. മുസ്തഹീലായ സിഫത്തുകൾ എത്ര? ഉത്തരം: 20. ജായിസായ സിഫത്ത് എത്ര? 1. ഇനി നമുക്ക് ഇതിലെ ചോദ്യങ്ങൾ നോക്കാം. അള്ളാഹുവിന്റെ 5 വിശേഷണങ്ങൾ അത് നാം പഠിച്ചു. 5 വിശേഷണങ്ങൾ പഠിച്ചു. അള്ളാഹു എന്നെന്നും ഉള്ളവനാണ്. അവന് തുടക്കവും അവസാനവുമില്ല. അവനെ പോലെ ആരുമില്ല. അവന് തുല്യമായ ഒരു വസ്തുവുമില്ല. അവൻ മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ടതില്ല. ഇനി നമുക്ക് യോജിച്ചത് എടുത്തെഴുതാം. അത് പഠിക്കാം. ഒന്നാമത്തെ തുടക്കം ഇല്ലാതിരിക്കൽ കിദം. ഇവിടെ എഴുതേണ്ടത് കിദം. അതിന് യോജിച്ച ഉത്തരം കിദം. 2 ഉള്ളവനായിരിക്കൽ വുജൂദ്. 3 സൃഷ്ടികളോട് എല്ലാ നിലക്കും എതിരാവൽ മുഖാലഫത്തുൻ ലിൽ ഹവാദിസി. 4 അന്ത്യമില്ലാതിരിക്കൽ ബക്കാ. 5 സ്വയം നിലനിൽക്കൽ ഖിയാമും ബിൻ നഫ്സി. അത് ഇതുപോലെ അതിന്റെ അർത്ഥം തന്നു കഴിഞ്ഞാൽ അത് എഴുതാൻ അറിയണം. അതുപോലെ സിഫത്ത് തന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എഴുതാനും പഠിക്കണം. എണ്ണം എഴുതാം. വാജിബായ സിഫത്തുകൾ 20, മുസ്തഹിലായ സിഫത്തുകൾ 20, ജായിസായ സിഫത്ത് 1. അല്ലാഹു അഹദ്. രണ്ടാമത്തെ പാഠം അല്ലാഹു അഹദ്. ഈ പാഠത്തില് അള്ളാഹുവിന്റെ വാജിബായ സിഫത്തുകളിൽ നിന്ന് 8 എണ്ണം പഠിക്കാം. ഈ 8 സിഫത്തുകൾ പഠിക്കാം. അള്ളാഹുവിന്റെ വാജിബായ സിഫത്തുകളിൽ നിന്ന് 8 എണ്ണം. 5 എണ്ണം പഠിച്ചു. 6ാമത്തെ വഹ്ദാനിയത്ത് ഏകത്വം, കുദറത്ത് കഴിവ്, ഇറാദത്ത് ഉദ്ദേശിക്കൽ, ഇൽമ് അറിവ്, ഹയാത്ത് ജീവിച്ചിരിക്കൽ, സംഅ് കേൾവി, ബസറ് കാഴ്ച, കലാം സംസാരം. ഇത് ഇതുപോലെ കാണാതെ പഠിച്ചു വെക്കുക. സിഫത്ത് അതിന്റെ അർത്ഥം കാണാതെ പഠിക്കാം. നമുക്ക് ഈ പാഠത്തിലെ ചോദ്യങ്ങൾ നോക്കാം. അള്ളാഹുവിന്റെ നിർബന്ധമായ സിഫത്തുകളിൽ നിന്ന് 3 എണ്ണം. ഒന്നാമത്തെ പാഠത്തിലെ 5 സിഫത്തും ഈ പാഠത്തിലെ 8 സിഫത്തും പഠിച്ചു. 13 സിഫത്തായി. അതിൽ നിന്നും ഏതെങ്കിലും 3 എണ്ണം എഴുതാം. വഹദാനിയത്തെ ഏകത്വം, കുദറത്ത് കഴിവ്, ഇറാദത്ത് ഉദ്ദേശിക്കൽ. നമ്മുടെ കേൾവിയും അള്ളാഹുവിന്റെ കേൾവിയും തമ്മിലുള്ള വ്യത്യാസം. അതിന്റെ ഉത്തരം: നമ്മുടേത് അപൂർണവും അള്ളാഹു നൽകിയതുമാണ്. അള്ളാഹുവിന്റേത് സമ്പൂർണവും സ്വന്തമായി ഉള്ളതുമാണ്. അത് പഠിച്ചു വെക്കുക. നമ്മുടേത് അപൂർണം. ഇതുപോലെ കേൾവിക്ക് പകരം നമ്മുടെ കാഴ്ചയും അള്ളാഹുവിന്റെ കാഴ്ചയും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാൽ നമ്മുടേത് അപൂർണവും അള്ളാഹു നൽകിയതുമാണ്. അള്ളാഹുവിന്റേത് സമ്പൂർണവും സ്വന്തമായി ഉള്ളതുമാണ്. അത് എഴുതി വെക്കാം. അർത്ഥം എഴുതാം. സംഅ് കേൾവി, കുദറത്ത് കഴിവ്, ബസർ കാഴ്ച, കലാം സംസാരം. അത് അതുപോലെ സിഫത്ത് പഠിച്ചു വെക്കണം. അതിന്റെ അർത്ഥം പഠിക്കണം.
ഇനി ഇൽമിന്റെ വിപരീതം. ഇൽമിന്റെ അർത്ഥം അറിഞ്ഞാലാണ് വിപരീതം എഴുതാൻ പറ്റുള്ളൂ. ഇൽമ് അറിവ്, അതിന്റെ വിപരീതം അറിവില്ലായ്മ. അറിവില്ലായ്മ. കുദറത്ത് കഴിവ്, വിപരീതം കഴിവില്ലായ്മ. ബസർ കാഴ്ച, വിപരീതം കാഴ്ചയില്ലായ്മ. ഇറാദത്ത് ഉദ്ദേശ്യം, വിപരീതം ഉദ്ദേശ്യമില്ലാതിരിക്കൽ. സം കേൾവി, വിപരീതം കേൾവിയില്ലായ്മ. കലാം സംസാരം, വിപരീതം സംസാരമില്ലായ്മ. ഹയാത്ത് ജീവിച്ചിരിക്കൽ, വിപരീതം മരണം. വഹ്ദാനിയത്ത് ഏകത്വം, വിപരീതം ഒന്നിലധികം ആവൽ. ഒന്നിലധികം ആവൽ. താഴെ പറയുന്ന ആയത്തുകൾ അള്ളാഹുവിന്റെ ഏത് സിഫത്തുകളെ സൂചിപ്പിക്കുന്നു? ഖുൽ ഹുവല്ലാഹു അഹദ്. ഈ ആയത്ത് അള്ളാഹു ഏകനാണ്. വഹ്ദാനിയത്ത്, അള്ളാഹുവിന്റെ സിഫത്ത് വഹ്ദാനിയത്ത്, ഏകത്വം. അള്ളാഹു സ്വമദ്, അള്ളാഹു എല്ലാം കഴിവുള്ളവനാണ്. ഖുദറത്ത്, ഇതിന്റെ സിഫത്ത് ഖുദറത്ത്, കഴിവ്. വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരും തന്നെയില്ല. മുഹാലഫത്തുൻ ലിൽ ഹവാദിസി, സിഫത്ത് മുഹാലഫത്തുൻ ലിൽ ഹവാദിസി, സൃഷ്ടികളോട് എല്ലാ നിലയിലും വ്യത്യസ്തമാകൽ. മൂന്നാമത്തെ പാഠം അള്ളാഹു ഖാദിറുൻ. ഈ പാഠത്തിൽ നിന്ന് വരാവുന്ന ചോദ്യങ്ങൾ, ഈ സിഫത്തുകൾ പഠിച്ചു വെക്കുക. 13 സിഫത്തുകൾ പഠിച്ചു. ഇനി 14 ഖാദിറുൻ കഴിവുള്ളവൻ. 15 മുരീദുൻ ഉദ്ദേശിക്കുന്നവൻ. 16 ആലിമുൻ അറിയുന്നവൻ. 17 ഹയ്യുൻ ജീവിച്ചിരിക്കുന്നവൻ. 18 സമീഉൻ കേൾക്കുന്നവൻ. 19 ബസീറുൻ കാണുന്നവൻ. 20 മുത്തകല്ലിമുൻ സംസാരിക്കുന്നവൻ. ഈ ബാക്കിയുള്ള ഈ 7 സിഫത്തുകൾ പഠിച്ചു വെക്കാം. ഇനി പഠിക്കാനുള്ളത് മുസ്തഹീല്. മുസ്തഹീൽ എന്നാൽ എന്ത്? ഇവയ്ക്കെതിരായ കാര്യങ്ങൾ അള്ളാഹുവിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഇതിന് മുസ്തഹീൽ എന്ന് പറയുന്നു. ജായിസായ സിഫത്ത്, അതിന്റെ ഉത്തരം ഉണ്ടാകാവുന്ന ഏത് കാര്യവും അള്ളാഹുവിന് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവാം. ഇത് അള്ളാഹുവിന്റെ ജായിസായ സിഫത്ത് ആകുന്നു. അതുപോലെ ഇത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഇതിൽ നിന്ന് 1 വരിയോ 2 വരിയോ പൂരിപ്പിക്കാൻ ചോദിക്കാം. ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാക്കി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി വഖായിമുൻ അനി വവാഹിദുൻ വഹൈ ഖാദിർ മുരീദുൻ ആലിമുൻ ബികുല്ലി ഷൈ സമീഉനിൽ ബാസിറു വൽ മുതകല്ലിമു ലഹു സിഫാത്തുൻ സബഅത്തുൻ തൻതളിമു ഫഖുദറത്തുൻ ഇറാദത്തുൻ സംഉൻ ബസർ ഹയാത്തുനിൽ ഇൽമു കലാമുൻ ഇസ്തമർ. ഇത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഇതിൽ നിന്ന് 1 വരിയോ 2 വരിയോ പൂരിപ്പിക്കാം ചോദിക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അള്ളാഹുവിന് വാജിബായ സിഫത്തുകളിൽ നിന്ന് 3 എണ്ണം എഴുതുക. വാജിബായ സിഫത്തുകൾ 20 എണ്ണം പഠിച്ചു കഴിഞ്ഞു. അതിൽ നിന്ന് ഏതെങ്കിലും 3 എണ്ണം എഴുതാം. ഖാദിറുൻ കഴിവുള്ളവൻ, മുരീദുൻ ഉദ്ദേശിക്കുന്നവൻ, ആലിമുൻ അറിയുന്നവൻ. ഇനി മുസ്തഹീല്. മുസ്തഹീൽ എന്താന്ന് പഠിച്ചു. ഇവയ്ക്കെതിരായ കാര്യങ്ങൾ അള്ളാഹുവിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അതിന് മുസ്തഹീൽ എന്ന് പറയും. അള്ളാഹുവിന്റെ ജായിസായ സിഫത്ത് ഏത്? ഉണ്ടാകാവുന്ന ഏത് കാര്യവും അള്ളാഹുവിന് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവാം. ഇത് അള്ളാഹുവിന്റെ ജായിസായ സിഫത്താണ്. നമുക്ക് പഠിക്കാനുള്ളത് വിപരീത പദങ്ങളാണ്. ബസീറുൻ, ബസീർ. ഇതിന്റെ പഠിക്കണ സമയത്ത് ഇതിന്റെ അർത്ഥം കൂടെ പറയണം. എന്നിട്ട് അതിന്റെ വിപരീതം നോക്കാം. ബസീറുൻ കാണുന്നവൻ, അതിന്റെ വിപരീതം കാഴ്ചയില്ലാത്തവൻ. മുരീദുൻ ഉദ്ദേശിക്കുന്നവൻ, അതിന്റെ വിപരീതം ഉദ്ദേശിക്കാത്തവൻ. ഖാദിറുൻ കഴിവുള്ളവൻ, അതിന്റെ വിപരീതം കഴിവില്ലാത്തവൻ. സമീഉൻ, സമീഉൻ കേൾക്കുന്നവൻ, അതിന്റെ വിപരീതം കേൾവിയില്ലാത്തവൻ. അടുത്തത് ആലിമുൻ അറിയുന്നവൻ, അതിന്റെ വിപരീതം അറിവില്ലാത്തവൻ. മുത്തകല്ലിമുൻ സംസാരിക്കുന്നവൻ, അതിന്റെ വിപരീതം സംസാരിക്കാത്തവൻ. ഹയ്യുൻ ജീവിച്ചിരിക്കുന്നവൻ, അതിന്റെ വിപരീതം ജീവിച്ചിരിക്കാത്തവൻ. ഇതൊന്ന് പരീക്ഷയ്ക്ക് പൂരിപ്പിക്കാൻ ചോദിക്കാം. സം എന്ന സിഫത്തുള്ള അള്ളാഹു ഡേഷ് ആകുന്നു. ഉത്തരം സമീയ ആകുന്നു. രണ്ടാമത്തെ ബസർ എന്ന സിഫത്തുള്ള അള്ളാഹു ബസീറുൻ ആകുന്നു. ബസറുൻ കാഴ്ച എന്ന സിഫത്തുള്ള അള്ളാഹു ബസീറുൻ കാണുന്നവൻ ആകുന്നു. മൂന്നാമത്തെ ഡേഷ് എന്ന സിഫത്തുള്ള അള്ളാഹു ഖാദിറുൻ ആകുന്നു. ഖുദറത്ത് കഴിവ് എന്ന സിഫത്തുള്ള അള്ളാഹു ഖാദിറുൻ കഴിവുള്ളവൻ ആകുന്നു. നാലാമത്തെ
ഹയാത്ത് എന്ന സിഫത്തുള്ള അള്ളാഹു ഡേഷ് ആകുന്നു. ഹയാത്ത് ജീവിച്ചിരിക്കൽ എന്ന സിഫത്തുള്ള അള്ളാഹു ഹയ്യുൻ ജീവിച്ചിരിക്കുന്നവൻ ആകുന്നു. ഡേഷ് എന്ന സിഫത്തുള്ള അള്ളാഹു മുരീദാകുന്നു. ഇറാദത്ത് ഉദ്ദേശിക്കൽ എന്ന സിഫത്തുള്ള അള്ളാഹു മുരീദ് ഉദ്ദേശിക്കുന്നവൻ ആകുന്നു. ഇവിടെ സിഫത്തുകൾക്ക് നിറം നൽകാനാണ്. വാജിബിന് പച്ച, മുസ്തഹിലിന് ചുവപ്പ്. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദ്യം വരാം, കുറച്ച് സിഫത്തുകൾ തന്നിട്ട് അതിൽ നിന്നും വാജിബ് മുസ്തഹിൽ വേർതിരിക്കാനാണ് പറയാ. വാജിബും മുസ്തഹിലും നന്നായി പഠിച്ചാൽ മാത്രമേ വേർതിരിച്ചെഴുതാൻ കഴിയൂ. തുടക്കമില്ലാതിരിക്കൽ വാജിബാണ്, അന്ത്യമുണ്ടാകൽ മുസ്തഹില്. സംസാരിക്കുന്നവൻ വാജിബാണ്, സ്വയം നിലനിൽക്കൽ വാജിബ്. കഴിവില്ലാത്തവൻ മുസ്തഹില്, ഏകത്വം വാജിബ്. കാഴ്ചയുള്ളവൻ വാജിബ്, അജ്ഞത മുസ്തഹില്. കേൾവി ഇല്ലാത്തവൻ മുസ്തഹില്, സംസാരം വാജിബ്. ഉദ്ദേശിക്കാത്തവൻ മുസ്തഹില്, ബദിരൻ മുസ്തഹില്. അറിവുള്ളവൻ വാജിബ്, കഴിവുള്ളവൻ വാജിബ്. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഇങ്ങനെ സിഫത്തുകൾ തരും, അതിൽ നിന്ന് വാജിബ് മുസ്തഹില് വേർതിരിക്കാണ്ടാവും. ഇത് നന്നായി പഠിക്കാം. 4ാമത്തെ പാഠം അള്ളാഹു മുനസ്സത്തുൻ, അള്ളാഹു ഉന്നതനാണ്. വാജിബായ സിഫത്തുകൾ 20. അള്ളാഹുവിന് ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകൾ ഏത്? മുസ്തഹില്. ഉണ്ടാവൽ അനിവാര്യമായ സിഫത്തുകൾ ഏത്? വാജിബ്. നമുക്ക് വാജിബായ 20 സിഫത്തുകളും അവയുടെ മുസ്തഹിലായ സിഫത്തുകളും അവയുടെ വിപരീതങ്ങൾ അത് പഠിക്കാം. വുജൂദ് അദം, കിദം ഹുദൂസ്, ബക്കാ വിപരീതം ഫനാ, മുഖാലഫത്തുൽ ഹവാദിസി വിപരീതം മുമാസലത്തുൽ ഹവാദിസി, കിയാമും ബിന്നഫ്സി വിപരീതം ഇഹ്തിയാജ്, വഹദാനിയത്ത് വിപരീതം തഅദ്ദുദ്, കുദ്റത്ത് വിപരീതം അജ്സ്, ഇറാദത്ത് കറാഹത്ത്, ഇൽമ് വിപരീതം ജഹ്ല്, ഹയാത്ത് വിപരീതം മൗത്ത്, സമഅ് വിപരീതം സുമമ്, ബസർ വിപരീതം അമ, കലാം വിപരീതം ബക്കം, കൗനുഹു കാദിറ, കൗനുഹു ആജിസ, കൗനുഹു മുരീദ, കൗനുഹു കാരിഹ, കൗനുഹു ആലിമ വിപരീതം കൗനുഹു ജാഹില, കൗനുഹു ഹയ്യ വിപരീതം കൗനുഹു മയ്യിത്ത, കൗനുഹു സമീയ വിപരീതം കൗനുഹു അസുമ്മ, കൗനുഹു ബസീറ വിപരീതം കൗനുഹു അമ, കൗനുഹു മുതകല്ലിമ വിപരീതം കൗനുഹു അബ്കമ. വാജിബായ 20 സിഫത്തുകളുടെയും വിപരീതങ്ങളാണ് മുസ്തഹിലായ 20 സിഫത്തുകൾ. ഇത് നന്നായി പഠിച്ചു വെക്കാം. അതുപോലെ തന്നെ മുസ്തഹിലായ 20 സിഫത്തുകളും അവയുടെ അർത്ഥവും പഠിച്ചു വെക്കണം. മുസ്തഹിലായ 20 സിഫത്തുകളും അതിന്റെ അർത്ഥമാണ് ഇവിടെ തന്നിട്ടുള്ളത്, അത് പഠിച്ചു വെക്കാം. അടുത്ത ചോദ്യം, ഫീലു കുല്ലി ഡേഷ്. അതിന്റെ ഉത്തരം ഫീലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു. ഫീലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു. അതിന്റെ അർത്ഥം എഴുതുക. അതിന്റെ ഉത്തരം ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ. ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ. നമുക്ക് മുസ്തഹിലായ സിഫത്ത് എന്നാൽ എന്ത്? അള്ളാഹുവിന് ഉണ്ടാകാൻ പാടില്ലാത്ത സിഫത്തുകളാണ് മുസ്തഹിലായ സിഫത്തുകൾ. വിപരീതം എഴുതാം. കുദ്റത്ത് അജ്സ്, കൗനുഹു മുരീദ, കൗനുഹു കാരിഹ, ബസർ അമ, കൗനുഹു മുത്തകല്ലിമ, കൗനുഹു അബ്കമ. ഇത് വാജിബായ സിഫത്താണ്, ഇത് മുസ്തഹിലായ സിഫത്താണ്. അർത്ഥം എഴുതാം. കൗനുഹു കാരിഹ ഉദ്ദേശമില്ലാത്തവനാവൽ, തഅദ്ദുദ് ഒന്നിലധികമാവൽ, കൗനുഹു അസ്വമ്മ കേൾവിയില്ലാത്തവനാവൽ. ഫീലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു. അതിന്റെ അർത്ഥം ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ. ഈ 4 പാഠത്തിൽ നിന്ന് വരാവുന്ന എല്ലാ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലുള്ളത്. പരീക്ഷ നന്നായി എഴുതാം. 4ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.